നമസ്കാരം. അടുക്കളയും മരങ്ങിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ത് ബൈക്ക് ഓടിക്കുന്നു? ഞാൻ ഇൻട്രോ പറഞ്ഞതാണ്. തുടങ്ങിയ ശരി. നമസ്കാരം. ഇതെന്ത് എങ്ങനെ എല്ലാം കൂടി ഒറ്റക്കേക്ക് കൊണ്ടുവന്നു? അടുക്കളയും മരങ്ങും എന്ന ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഞാൻ പറഞ്ഞു. ഓക്കെ. ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വാലടി കൊണ്ടുള്ള 2 വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വാലടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഞങ്ങളുടെ എറണാകുളം നാട്ടിലൊക്കെ പറയുന്നത് വാലടി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല. നമ്മുടെ അവിടെ വാലടി എന്ന് കൊല്ലത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല. വാലടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നാടിന്റെ നമ്മുടെ ഓരോ കേരളത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ പേരായിരിക്കും. എല്ല്, നടുവെല്ല് അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇതിന് നമ്മൾ വാലടി എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത്. അപ്പൊ അത് ഏകദേശം 1 കിലോളുണ്ട്. കഴുത്ത് മുതൽ വാല് വരെയുള്ള ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ 2 സംഭവങ്ങൾ ചെയ്യണം. ഒന്ന്, ആദ്യത്തെ ചെയ്യുന്നത് സൂപ്പാണ്. കർക്കിടക മാസമൊക്കെ ആയിട്ട് സൂപ്പ് വളരെ നല്ലതാണ് അല്ലേ? മട്ടൺ സൂപ്പ്, നല്ല ക്ലിയർ ആയിട്ടുള്ള മട്ടൺ സൂപ്പാണ് ചെയ്യുന്നത്. അതിനുശേഷം മട്ടൺ കറിയും കൂടെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ആദ്യം സൂപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി കുറച്ച്, എനിക്കുള്ള ആവശ്യത്തിനുള്ള ഒരു ഏകദേശം ഒരു 2 സ്പൂണോളം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം ഒരു പിഞ്ച്, ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട വലിയ ജീരകം. ചെറിയ ജീരകം ഒരു ചെറുത് 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഒരു നുള്ള് ഉലുവ, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അല്പം ഉപ്പ്, പിന്നെ ഒരു കൈവാളം ഉള്ളി, ചെറിയ ഉള്ളിയാണ്, അത് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ലൊരു 10-12 ഉള്ളി കാണുമോ? ചെറിയ ഒരു 15 ഉള്ളികളുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇനി അല്പം ഗരം മസാല. അത് നമ്മൾ കൈകൊണ്ട് നുള്ളി ഇടുന്നതാണ് നല്ലത്. ഒരു 3 നുള്ള്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഇനി കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട്, അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പം 4 ഗ്ലാസ് നമുക്ക് സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 8 ഗ്ലാസ് വെള്ളം, അതായത് ഇരട്ടി നമ്മളിത് വേവിച്ച് ആ വെള്ളം വറ്റി വരുമ്പോഴാണ് നമുക്ക് സൂപ്പ് യഥാർത്ഥത്തിൽ വരുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിന് ജസ്റ്റ് ഒന്ന് ഉപ്പ്, ഇത് നമുക്ക് ഏകദേശം എത്ര വിസിലാണ് വേണ്ടുന്നത്? ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് വിസിൽ, 2-3 വിസിലടിച്ചിട്ട് 20 മിനിറ്റ്. 3 വിസിലടിച്ചിട്ട് 20 മിനിറ്റ്, 15 പോലെ 20 മിനിറ്റ്. പിന്നെ അത് വെള്ളം നമ്മളൊന്ന് വറ്റിച്ചെടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇത് വറ്റണമെന്നില്ല, ജസ്റ്റ് ഇത് വേകാൻ വേണ്ടിയാണ്. കുക്കറിൽ വേവിക്കാൻ വെച്ച മട്ടൺ വെന്ത് സൂപ്പ് റെഡിയായി. അത് അരിപ്പയിൽ അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിൽ വറ്റിക്കാൻ വെച്ചു. ഇനി നമുക്ക് മട്ടൻ കറി തയ്യാറാക്കാം. അപ്പോൾ സൂപ്പ് അവിടെ നിന്ന് തിളക്കട്ടെ. നമുക്ക് ആ സമയത്ത് നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയല്ലേ ഒഴിച്ചത്? വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. സവാള,
പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞപ്പൊടി, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനൊരു മാനദണ്ഡമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ ആണ്. ഈസ്റ്റേൺ എന്ന കമ്പനിയുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പച്ചമുളക്. അപ്പോൾ സവാള റെഡിയായി. നമുക്ക് അതിനകത്തേക്ക് മട്ടൻ മസാല ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റേണിൻ്റെ മട്ടൻ മസാലയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ഇളക്കത്ര പോരാ അല്ലേ? അടിപ്പൂരിക്കണത്. ഈ മസാല ഒന്നങ്ങോട്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ ഇതൊരു നോർമൽ ഇറച്ചിക്കറി, നമുക്ക് കുറച്ച് കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കളർ അല്ലേ, ഒരു ഡാർക്കായിട്ട് കിട്ടണ്ടേ. അപ്പം ഒരു കാശ്മീരി ചില്ലി കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം അധികം എരിവൊന്നും വരില്ല, പക്ഷെ നല്ലൊരു കളർ കിട്ടും. ഗോൾഡൻ റെഡ് കളർ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ കിട്ടും. ശരിക്കും നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന മട്ടൻ കറിക്ക് ആ ഒരു കളർ മട്ടൺ ഇപ്പോൾ ബീഫിനെക്കാളും കുറച്ചുകൂടെ ഒരു ഡാർക്ക് തീം ഉണ്ടാവും. അപ്പോൾ റെഡിഷ് ചേർന്ന ഒരു ഡാർക്ക് തീം ഉണ്ടാവും. എന്നാലും നമുക്ക് കറിയോട് ഒരു താല്പര്യം തോന്നുള്ളൂ അല്ലേ. മട്ടൻ കറി, പ്രശസ്തമായ മട്ടൻ കറി ഷോപ്പുകളിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഒരു കളർ തരും അല്ലേ. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ മസാല ഒന്ന് ഡ്രൈ ആയിട്ട് ഇതിനകത്തൊന്ന് കരിയാതെ, ചെറിയ തീയാണ് നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് കരിയാതെ നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് സ്വല്പം ഇനി നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് വെക്കാം. അല്ലെങ്കിൽ മട്ടൻ്റെ സ്റ്റോക്ക് തന്നെ ഇരിക്കുന്നുണ്ട്, അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിരിക്കുകയാണ്. അതിന് തേങ്ങാക്കൊത്ത് ചേർത്തെടുക്കാം. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ പാകത്തിന് അനുസരിച്ചുള്ള ഗ്രേവി നമ്മൾ എടുത്തിട്ടുള്ളൂ. സെമി ഗ്രേവിയാണ്. സെമി ഗ്രേവി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട, അപ്പം. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയും അതേസമയം നമ്മുടെ മട്ടൻ സൂപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പ് ഒന്ന് താളിക്കുകയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും സൂപ്പ് താളിക്കുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ മട്ടൻ സൂപ്പ് വീട്ടിലെ അമ്മ എപ്പോഴും താളിക്കാറുണ്ട്. അപ്പോൾ അത് ഉള്ളിയിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യാണ്. ആർക്കേജിയുടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒരു 2-3 ഉള്ളി. ഇത് സാധാരണ എല്ലാവരും ചെയ്യാറില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ചെയ്താൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. സൂപ്പിനൊരു പ്രത്യേക ഒരു അരോമ, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് സൂപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി, മട്ടൺ കറിയും റെഡി ആയിട്ടുണ്ട്. ഈ നെയ്യപ്പം മേടിച്ച 2 ഉപകാരമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന്, നെയ്യപ്പം തിന്നുകയും ചെയ്യാം, ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അത് തലേ തേക്കുകയും ചെയ്യാം. തലേ തേക്കാനോ? വേണ്ട, കൈയും കാലിലും തേച്ചാൽ മതി. കൈയും കാലിലും തേച്ചാൽ മതി. മട്ടന്റെ എന്താണ് വാലടി വെച്ച് നമ്മൾ കറിയും ഉണ്ടാക്കി സൂപ്പും ഉണ്ടാക്കി. ഇപ്പൊ കർക്കിടക മാസമായിട്ട് പ്രത്യേകിച്ചും വളരെ നല്ലതാണ് സൂപ്പ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് കാണുന്ന ബെല്ല് ക്ലിക്ക് ചെയ്ത് വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.